ഹലോ, ഇന്നൊരു ബീഫ് കറിയാണ്. ബീഫ് ഉണ്ടാക്കാനുള്ള കുക്കർ നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം. കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 4 ഏലക്കായ, 4 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 15 മുതൽ ഒരു 20 വരെ ഉള്ളി യൂസ് ചെയ്യാം. അത് നെടുകെ ജസ്റ്റ് കീറിയിട്ടേ ഉള്ളൂ. നമുക്കത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്ന കാരണം ഒത്തിരി കുഞ്ഞായി അരിയേണ്ട ആവശ്യമില്ല. ഉള്ളി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അതൊന്ന് വറുത്തെടുക്കാം. മല്ലി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിയിൽ ഉപ്പ് കുറവായിരുന്നു. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വെച്ച് ഒരു 6 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യത്തെ 2 വിസിൽ വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. കുക്കർ കൂളായതിന് ശേഷം മാത്രം ലിഡ് തുറക്കുക. കറി റെഡിയായി വന്നിട്ടുണ്ട്. ബീഫിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കപ്പ ഉണ്ടാക്കിയതാണ്. കപ്പ വേവിച്ചെടുത്തു. അതിലേക്ക് തേങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടി ചതച്ചിട്ടു.